കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വീടുകളിൽ പലതരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റുകളായിരിക്കുമല്ലോ രാവിലെ ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി, പുട്ട്, ദോശ, അങ്ങനെ മാറി മാറി പലതരത്തിലും ഉണ്ടാക്കുന്നത്. പക്ഷേ ചില വീടുകളിൽ പുട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് പുട്ടുണ്ടാക്കി കഴിക്കുന്നവരുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അല്ലാത്തവർക്കും ട്രൈ ചെയ്യാം. പുട്ട് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് പുട്ടിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് നമ്മളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഇതിനു വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കേണ്ടേ വരത്തില്ല. അപ്പം നമ്മൾ ലേറ്റ് ആയിട്ടൊക്കെ എഴുന്നേൽക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പുട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. നമുക്ക് കറികളൊന്നും ഉണ്ടാക്കുകയും വേണ്ട. അപ്പം നമുക്ക് ഈ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ അജ്മയുടെ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. സ്റ്റീമയുടെ പുട്ടുപൊടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുട്ടുപൊടിയാണ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏതാണോ അത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ അജ്മയുടെ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ പുട്ടുണ്ടാക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ അതേ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുട്ടിൻ്റെ പൊടി എടുക്കുന്നുണ്ട്. ഞാനൊരു 3/4 കപ്പാണ് എടുത്തേക്കുന്നത്. അതായത് 250 ml കപ്പിന് 3/4 കപ്പ്. ഇതുകൊണ്ട് നമുക്ക് എന്താ പറയുക 3 പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ 3 പുട്ട്, അതായത് 3 പേർക്ക് കഴിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ എടുത്തേക്ക് നമ്മൾ ഒരു പിടി തേങ്ങ എടുത്തിട്ട് അതിനെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിച്ചതിന് ശേഷം അരിച്ചെടുത്തേക്കുന്ന തേങ്ങാപ്പാലാണ് കേട്ടോ. അത് നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു മുഴുവൻ തേങ്ങാപ്പാലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു പൊടിയുടെ പാകം നോക്കിയിട്ട് വേണം ഒഴിക്കാൻ. ആദ്യം തന്നെ അധികമായിട്ട് ഒഴിച്ച് വെള്ളം കൂടി പോകാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മളത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അത് നമ്മൾ നനച്ച് വെച്ചേക്കുന്ന ആ ഒരു പൊടി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ പുട്ടിന് വേണ്ടിയിട്ട് പൊടി കുഴയ്ക്കുമ്പോഴത്തേക്ക് നമ്മളത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുമ്പോൾ അതൊരു ബോൾ പോലെ എന്താ പറയുക ഒരു കട്ടയായിട്ട് കിട്ടണം. അതാണ് കേട്ടോ പുട്ടിൻ്റെ പരുവം. നമ്മളത് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും അത് അങ്ങനെ നിൽക്കണം, പൊടിഞ്ഞു പോകരുത്, അതുപോലെ കുഴഞ്ഞു പോകരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുട്ടിൻ്റെ പരുവം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ക്യാരറ്റ് ആണ് കേട്ടോ. ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ഈ ഒരു പുട്ടിൻ്റെ പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളതിനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും അത് വരാനായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ക്യാരറ്റും പുട്ടുപൊടിയും കൂടെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് എല്ലാ ഭാഗത്തേക്കും യോജിപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പുട്ടുപൊടി ഈ ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അതായത് അതിൻ്റെ ഒരു വൈറ്റ് കളറൊക്കെ മാറി ചെറുതായിട്ടൊരു യെല്ലോ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇനി നേരെ പുട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവാം. അപ്പോൾ ഞാനൊരു ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആദ്യം തന്നെ കുറച്ച് തേങ്ങ, നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കി ഇട്ട് കൊടുക്കുന്ന പോലെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പുട്ടുപൊടിയും കൂടെ ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൽ വെച്ചിട്ട് നമ്മുടെ പുട്ട് റെഡിയാക്കി എടുക്കാട്ടെ. ഞാൻ ഓൾറെഡി കുക്കറിൽ വെള്ളം ഒഴിച്ച് തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതും കൂടെ ഫില്ല് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് നേരം ഒന്ന് ആവി കയറി വരുമ്പോഴത്തേക്ക് നമ്മുടെ പുട്ട് നല്ല അടിപൊളിയായിട്ട് റെഡി ആവട്ടെ. അപ്പോൾ നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കാവേ. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ നല്ലപോലെ ആവിയൊക്കെ വന്ന് വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നേരെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. നമ്മൾ പതുക്കെ അതിൻ്റെ ആ ഒരു ക്യാപ്പ് മാറ്റിയതിന് ശേഷം നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ആ ഒരു ക്യാപ്പ് പൊക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആവി തട്ടി കൈ കൊള്ളാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് നേരെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ചില്ല് ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ, നല്ല ഷേപ്പിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു കളർഫുള്ളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മുടെ ബാക്കിയുള്ള പുട്ടും കൂടെ ഒന്ന് വേഗം റെഡിയാക്കി എടുക്കാവേ. അപ്പോൾ നമ്മൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ കുട്ടികൾക്കായതുകൊണ്ട് 2 ചെറുതും കൂടെ ആക്കിയിട്ട് നമ്മളിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 വലിയവർക്ക് കഴിക്കാൻ പറ്റിയിട്ട് 3 പുട്ടാണ് ഈ അളവിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. ഇത് തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി അതല്ല കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം പഞ്ചസാര തൂക്കി കൊടുത്തിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല അടിപൊളി ഒരു പുട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറൊരു വിഭവത്തിൻ്റെ വിശേഷങ്ങളുമായി കാണാം.